പണ്ട് ദേവന്മാരെയും ലോകത്തെയും ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു അസുരനുണ്ടായിരുന്നു, രക്തബീജൻ. അവന്റെ ശക്തി അപാരമായിരുന്നു. അവന്റെ ശരീരത്തിൽ നിന്ന് ഒരൊറ്റ തുള്ളി രക്തം നിലത്ത് വീണാൽ അവിടെ ഒരു പുതിയ രക്തബീജൻ ഉയർക്കും. അവനെ നിഗ്രഹിക്കാൻ ദേവന്മാർക്ക് പോലും കഴിഞ്ഞിരുന്നില്ല. അവസാനം പ്രപഞ്ച രക്ഷകനായി വിളിച്ചത് ആദിപരാശക്തിയെ ആയിരുന്നു. മാതാ കാളി എന്ന ഘോര രൂപം അവർ സ്വീകരിച്ചു. കറുത്ത നിറം, പുറത്തേക്ക് നീണ്ട നാവ്, കഴുത്തിൽ അസുരന്മാരുടെ തലയോട്ടിമാല. രക്തബീജനുമായി യുദ്ധം തുടങ്ങി. ഭീകരമായ ആ പോരാട്ടത്തിൽ മാതാ കാളി ഒരൊറ്റ പ്രതിജ്ഞ എടുത്തു: ഒരു തുള്ളി രക്തം പോലും നിലത്ത് വീഴരുത്. ഓരോ അസുരന്റെയും ശരീരം പിളരുമ്പോൾ അതിന്റെ രക്തം നിലത്ത് വീഴുന്നതിന് മുമ്പ് ആ നീണ്ട നാക്ക് കൊണ്ട് മാതാ കാളി വലിച്ചെടുത്തു. അങ്ങനെ രക്തബീജന്റെ അവസാനത്തെ തുള്ളി രക്തവും മാതാ കാളിയുടെ ചുണ്ടിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. ആ ഭീകരൻ നിലം പതിച്ചു. നിമിഷ നേരം കൊണ്ട് യുദ്ധത്തിൽ മുഴങ്ങിയത് വിജയഭേരി ആയിരുന്നില്ല. പകരം ആ യുദ്ധഭൂമി ഒരു പുതിയ ഭയങ്കരതയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ശത്രുവിനെ നിഗ്രഹിച്ച ശാന്തത മാതാവിൽ ഉണ്ടായിരുന്നില്ല. യുദ്ധം നൽകിയ ഉന്മാദം അതൊരു പുതിയ തലത്തിലേക്ക് വളർന്നു. മാതാ കാളിയുടെ രൂപം ഭയങ്കരമായി വലുതായി. അവളുടെ കണ്ണുകൾ ചുട്ടുപഴുത്ത തീഗോളങ്ങൾ പോലെ ചുവന്നു തൊടുത്തു. പുറത്തേക്ക് നീണ്ട നാക്കിൽ നിന്നും അപ്പോഴും രക്തം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. വിജയമടങ്ങിയ ആ ശക്തി പിന്നെ ഒരു ലക്ഷ്യവുമില്ലാതെ മുന്നോട്ട് കുതിച്ചു. അവളുടെ പാദങ്ങൾ എവിടെ സ്പർശിച്ചുവോ അവിടെയെല്ലാം ഭൂമി പിളർന്നു മാറി. ഭീകരമായ ശബ്ദത്തോടെ ദിശകൾ വിറച്ചു. മാതാ കാളിയുടെ ആ ഭീകരമായ താണ്ഡവം അത് അസുരന്മാർക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല എന്ന് ദേവന്മാർ തിരിച്ചറിഞ്ഞു. ഈ സംഹാര നൃത്തം പ്രപഞ്ചത്തെയാകെ വിഴുങ്ങാൻ പോവുകയാണ്. സകല ലോകങ്ങളെയും നശിപ്പിക്കാൻ പോവുകയാണ്. പരിഭ്രാന്തരായ ദേവന്മാർ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും സമീപം ഓടിയെത്തി. എല്ലാവർക്കും അറിയാമായിരുന്നു, ഈ ശക്തിയെ വാക്കുകൊണ്ടോ ആജ്ഞ കൊണ്ടോ യുദ്ധം കൊണ്ടോ തടുക്കാനാവില്ല. അപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞു: കൈലാസനാഥനായ മഹാദേവൻ. കാരണം ലോകത്തിന്റെ എല്ലാ ശക്തിയുടെയും ഉറവിടം അദ്ദേഹമാണ്. മാതാ കാളി പുറത്തു നിന്നുള്ള ശക്തിയല്ല, അവൾ മഹാദേവന്റെ തന്നെ പ്രാണന്റെയും ചൈതന്യത്തിന്റെയും രൂപമാണ്. ആ ഉറവിടത്തിന് മാത്രമേ ആ ശക്തിയെ ശാന്തമാക്കാൻ കഴിയുകയുള്ളൂ. മഹാദേവൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. എന്നാൽ അദ്ദേഹം അടുത്തു വരുന്തോറും ഒരു സത്യം തിരിച്ചറിഞ്ഞു: മാതാ കാളി എത്തിയിരിക്കുന്നത് സംഹാരം മാത്രം അറിയുന്ന തീവ്രമായ ഒരു അവസ്ഥയിലാണ്. ഒരു സംസാരത്തിനും ഉപദേശത്തിനും ആ ശക്തിയെ തടയാൻ കഴിയുകയില്ല. അപ്പോൾ മഹാദേവൻ ലോകത്ത് മറ്റാർക്കും ചിന്തിക്കാൻ കഴിയാത്ത ഒരു വഴി തിരഞ്ഞെടുത്തു. ഒരു ആയുധവും എടുക്കാതെ, ഒരു വാക്കും ഉരിയാടാതെ ആ ഭീകർ താണ്ഡവം നടക്കുന്ന പാതയിൽ അദ്ദേഹം നിലത്ത് പോയി കിടന്നു. മഹാദേവൻ നിശ്ചലനായി, സ്വന്തം ചൈതന്യം പോലും പിൻവലിച്ച് വെറുമൊരു ശരീരമായി ഭൂമിക്ക് മുകളിൽ കിടന്നു. അടുത്ത നിമിഷം ഘോരമായ സംഹാര താണ്ഡവത്തിനിടയിൽ മാതൃദേവിയുടെ പാദം നേരെ പതിച്ചത് മഹാദേവന്റെ നെഞ്ചിൽ. പാദം പതിഞ്ഞ ഉടനെ മാതാ കാളി താഴേക്ക് നോക്കി. താൻ ചവിട്ടി നിൽക്കുന്നത് ലോകനാഥനായ തന്റെ പ്രാണനാഥനായ സാക്ഷാൽ മഹാദേവനെ. ആ കാഴ്ച കണ്ട നിമിഷം മാതാ കാളിയുടെ ഉള്ളിൽ ഉണർന്ന വികാരം കോപമായിരുന്നില്ല, ലജ്ജയായിരുന്നു. തന്റെ ഉഗ്രമായ കോപം തകർന്നുപോയി. പുറത്തേക്ക് നീണ്ട നാവ് ഞൊടിയിടയിൽ അകത്തേക്ക് വലിഞ്ഞു. കണ്ണുകളിൽ കത്തി നിന്ന് സംഹാരത്തിന്റെ ചുവപ്പ് പതുക്കെ അണഞ്ഞു തുടങ്ങി. തനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോയ സംഹാരം തന്റെ പ്രാണന്റെ ഉറവിടത്തെയാണ് ബാധിച്ചതെന്ന് മാതാ കാളിക്ക് ബോധ്യമായി. അതേ നിമിഷം ഘോരമായ താണ്ഡവം നിലച്ചു. ഭൂമി ശാന്തമായി, ദിക്കുകൾ നിശബ്ദമായി. മാതാ കാളി വീണ്ടും ലോകമാതാവായ കരുണയുടെ ഭാവത്തിലേക്ക് തിരിച്ചെത്തി. പുരാണങ്ങൾ പറയുന്നു, ഇതൊരു തോൽവി ആയിരുന്നില്ല, ഇത് ശക്തി സ്വന്തം ചൈതന്യത്തിൽ ലയിച്ചു ചേർന്ന ഒരവസ്ഥയായിരുന്നു. മഹാദേവൻ നിലത്ത് കിടന്നത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, ആ ശക്തിയെ സ്വന്തം ഉറവിടത്തിലേക്ക് കൂടി തിരികെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. ഹർ ഹർ മഹാദേവ്, ജയ് മാതാ കാളി.